ഇന്നൊരു ഹോളിഡേ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഗീ റൈസ് ഉണ്ടാക്കാമെന്ന്. അതിൻ്റെ റെസിപ്പി കൂടി നിങ്ങളൊപ്പം ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ റൈസ് എടുത്തിട്ടുണ്ട്. റൈസ് ഒന്ന് വാഷ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അളവ് എടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു ബൗൾ കണ്ടോ, ഈ ഒരു ബൗളിൽ 4 ബൗൾ റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള വെള്ളം, ഇരട്ടി വെള്ളം എപ്പോഴും വെക്കേണ്ടത്. ഇരട്ടി വെള്ളം ആ ഒരു കലത്തിലേക്ക് എടുക്കുന്നുണ്ട്. അതിനൊപ്പം ലാസ്റ്റ് ഞാനൊരു എക്സ്ട്രാ ഈ പാത്രത്തിൽ തന്നെ, ഈ ബൗളിൽ തന്നെ ഒരു ഹാഫ് ബൗൾ എക്സ്ട്രാ വെള്ളം കൂടി എപ്പോഴും ഞാൻ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇരട്ടി എടുക്കുക, അതിനൊപ്പം ഒരിച്ചിരി പകുതി കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുക. അതിനകത്തേക്ക് ഉപ്പ് ആഡ് ചെയ്യുക. ഉപ്പ് ഒരു ഇച്ചിരി ഇങ്ങനെ നിൽക്കണം, കൂടുതലായിട്ട് നിൽക്കണം കേട്ടോ വെള്ളത്തിൽ. പിന്നെ എല്ലാ മസാലകളും ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് കുരുമുളക് കൂടുതൽ ചേർക്കാറുണ്ട് ഞാൻ ഗീ റൈസിന് എപ്പോഴും. ആ ഒരു വെള്ളം നമ്മൾ തിളയ്ക്കാൻ വെക്കുന്ന സമയത്ത് ഇപ്പുറത്തെ ഒരു ഉരുളിയോ അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ബിരിയാണി പോട്ട് പോലത്തെ പാത്രം വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഗീ എടുക്കുക. അപ്പം ഞാൻ എനിക്ക് ആക്ച്വലി ഈ ഗീയിൽ കണക്കൊന്നും ഞാൻ നോക്കാറില്ല. നോർമൽ എനിക്ക് ആ ഒരു കണക്ക് വെച്ചിട്ടങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനിപ്പോൾ എനിക്ക് തോന്നുന്നൊരു 6 to 7 സ്പൂൺ ഗീ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സവോള ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഒത്തിരി ഡ്രൈ ആയി പോകരുത്, ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവാതെ എടുക്കുക. അതിലേക്ക് ഈ റൈസ് ഒന്നിടുക. നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള റൈസ്, ഞാൻ ജീരകശാല അരിയാട്ടോ ഉപയോഗിക്കുന്നത് എപ്പോഴും, അല്ലെങ്കിൽ കൈമ റൈസ് എന്ന് പറയില്ലേ, കൈമ റൈസ് അല്ലെങ്കിൽ ജീരകശാല റൈസാണ് യൂസ് ചെയ്യുന്നത്, ചെറിയ അരി. അതിൽ ജസ്റ്റ് ഒരു മിനിറ്റ് നമ്മളൊന്ന് ആ നെയ്യിൽ റൈസ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോഴത്തേക്ക് ഈ വെള്ളം തിളച്ചിട്ടുണ്ടാവും. വെള്ളം അങ്ങനെ തന്നെ ഉപ്പും മസാലകളും ഇട്ട വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഭയങ്കര എളുപ്പം നമുക്ക് ഉണ്ടാക്കാവുന്നൊരു ഡിഷാണ് കേട്ടോ ഗീ റൈസ്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു 8 to 10 മിനിറ്റ്സ് വെക്കുക. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഇക്കയും ഇവർ ചെടി റീപ്ലാന്റിങ്ങും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് നടക്കും. അപ്പോൾ ഇവർക്കൊക്കെ ഫുഡ് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് കുക്കിങ്ങിന് കയറിയതാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഗീ റൈസും ഒക്കെ വെക്കും. അതിൻ്റെ ഇടയ്ക്ക് അപ്പൂൻ്റേതായിട്ടുള്ള ഇളയ മോനാണ് കേട്ടോ, അപ്പൂൻ്റേതായിട്ടുള്ള ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, സൂപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ നട്ട്സും ബദാമും ഗ്രേപ്സും എടുക്കുക. ഞാൻ ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് കേട്ടോ ഇടുന്നത് എപ്പോഴും. എനിക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് ഇടാനായിട്ട് ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ക്രഷ് ചെയ്യുമില്ല. ക്രഷ് ചെയ്ത് നന്നായിട്ട് ഗീയിൽ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. ചെറുതായിട്ട് ക്രഷ് ചെയ്ത്, നല്ലൊരു കല്ലാണ് എൻ്റെ അടുത്തുള്ളത്. നന്നായിട്ട് ആദ്യം ഗ്രേപ്സ് എടുക്കുക, അത് കഴിഞ്ഞിട്ട് ബദാമും നട്ട്സും നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. ഗീയിൽ തന്നെ ഫ്രൈ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തായി എന്നുള്ളത്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ആക്ച്വലി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഗീ റൈസ്, എനിക്ക് ഭയങ്കര സ്പീഡിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ചോറൊക്കെ ഇങ്ങനെ വിട്ട് കിട്ടുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഗീ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നന്നായിട്ട് ഫുള്ളൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഈ നട്ട്സും ബദാമും ഗ്രേപ്സും എല്ലാം കൂടി ആഡ് ചെയ്തത് ഒന്ന് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മല്ലിയിലയും കൂടി ഇടുക. ഇതെല്ലാം കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഒന്ന് വാടിയിട്ടുണ്ടാവും മല്ലിയിലേക്ക്. അതാണ് അതിൻ്റെ പരുവം. ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് സ്പെഷ്യലാണ് പരിപ്പ് കറിയും സാലഡും അതുപോലെ ചിക്കൻ കറിയും പിക്കിളും. ഇതാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഞങ്ങൾ ചെയ്യാറുള്ളത് കേട്ടോ. ആലപ്പുഴക്കാർക്ക് പരിപ്പ് കറി നിർബന്ധമാണ് നെയ്ച്ചോറിൻ്റെ കൂടെ, ഗീ റൈസിൻ്റെ കൂടെ. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് റെസിപ്പി ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. എൻ്റെ ചെറിയ അറിവുകളൊക്കെ നിങ്ങളോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്.